ക്യാമറ നിയമലംഘനത്തിനുള്ള പിഴ നോട്ടീസിൽ വീണ്ടും ഇടഞ്ഞ് കെൽട്രോണും പിണറായി സർക്കാർ 25 ലക്ഷം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ സർക്കാർ പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂവെന്നാണ് കെൽട്രോണിന്റെ നിലപാട്. ഇക്കാര്യം കരാറില്ലാത്തതിനാൽ പണം നൽകില്ലെന്ന സർക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴയുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുന്നതിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. 25 ലക്ഷം നോട്ടീസ് അയച്ചാൽ പിന്നെ സർക്കാർ പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂവെന്ന് കെൽട്രോൺ പറയുമ്പോൾ ഇത് കരാറില്ലാത്ത കാര്യമായതിനാൽ പണം നൽകാനില്ല എന്നാണ് സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നത്. ജൂൺ മാസം മുതലായിരുന്നു ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയച്ച് തുടങ്ങിയത്. ഈ ആഴ്ച കഴിയുമ്പോഴേക്കും കെൽട്രോൺ അയക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 25 ലക്ഷം കടക്കും എന്നതിനാൽ തന്നെ ഇനിയും തുടരണമെങ്കിൽ ഒരു നോട്ടീസിന് 20 രൂപ വെച്ച് സർക്കാർ നൽകണമെന്ന് കെൽട്രോൺ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ഒരു ധാരണ കരാറിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പണം നൽകാനില്ല എന്ന സർക്കാർ നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ട്. ക്യാമറകൾ സ്ഥാപിച്ചാൽ പ്രതിവർഷം 25 ലക്ഷം നോട്ടീസുകൾ അയക്കുമെന്ന പഠന റിപ്പോർട്ടായിരുന്നു കെൽട്രോൺ സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കെൽട്രോണും ഗതാഗത കമ്മീഷണറും തമ്മിൽ ആദ്യ കരാർ ഒപ്പിട്ടത്. എന്നാൽ പക്ഷേ ഈ കരാറിൽ എത്ര നോട്ടീസ് എന്നോ ഇതിന്റെ ചെലവ് സംബന്ധിച്ചോ കൃത്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 25 ലക്ഷം നോട്ടീസ് അയക്കുന്നത്. ഈ ആഴ്ച അത് തികയും എന്നതുകൊണ്ട് തന്നെ കെൽട്രോൺ ഇനി പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂ എന്ന നിലപാടെടുക്കുമ്പോഴും സർക്കാർ ഈ ഒരു ധാരണ ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടതിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണം നൽകാനില്ല എന്ന സർക്കാരും നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ വഴിയുള്ള ഗതാഗത ലംഘനത്തിനുള്ള പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുന്നതിൽ ഈ ആഴ്ച കഴിയുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ആഴ്ച തന്നെ 25 ലക്ഷം നോട്ടീസ് തികയും കെൽട്രോൺ അയക്കുന്നത്. പക്ഷേ ഇനി ഒരു നോട്ടീസിന് 20 രൂപ വെച്ച് നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂ, പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കൂ എന്ന് കെൽട്രോൺ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത കമ്മീഷണറും കെൽട്രോണും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിൽ ഇങ്ങനെ ഒരു കരാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പണം നൽകാനില്ല എന്ന സർക്കാരും നിലപാടെടുക്കുന്ന സാഹചര്യം. വിവരങ്ങൾ നൽകാൻ പ്രശാന്തുണ്ട്. പ്രശാന്ത്, എന്തായാലും കെൽട്രോണിന്റെ നിലപാട് 25 ലക്ഷം നോട്ടീസ് തികയും ഈ ആഴ്ച കൊണ്ട് തന്നെ. പക്ഷേ ഇനി അങ്ങോട്ട് അയക്കണമെങ്കിൽ പണം നൽകണം. സർക്കാർ പറയുന്നു അത് പറ്റില്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടതിൽ ഈ ഒരു കരാറില്ല, ഈ ഒരു വ്യവസ്ഥയില്ല എന്നുള്ളത്. എങ്ങനെ നോക്കിക്കാണാം ഈ സാഹചര്യത്തെ? ലക്ഷ്മി, സർക്കാരും കെൽട്രോണും തമ്മിലുള്ള ഈ തമ്മിൽപ്പോര് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഈ ക്യാമറ നോട്ടീസ് കെൽട്രോൺ അയച്ചു തുടങ്ങിയത്. അതിനുശേഷം ഈ ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ ഏകദേശം 25 ലക്ഷം കടക്കുമെന്നാണ് കെൽട്രോൺ പറയുന്നത്. അതായത് കെൽട്രോണിന്റെ കണക്കുകൾ അനുസരിച്ച് ആദ്യ 25 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 25 ലക്ഷം നോട്ടീസാണ് ആദ്യം അയക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ 25 ലക്ഷം കഴിയുന്നതിന് ശേഷം വരുന്ന ഓരോ നോട്ടീസിലും 20 രൂപ വീതം തരണമെന്നാണ് കെൽട്രോൺ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇപ്പോൾ സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് വീണ്ടും ഈ സർക്കാർ കെൽട്രോൺ പോര് വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് ഇത്തരത്തിലുള്ളൊരു നടപടി എന്ന് പറയുന്നത് ഈ കെൽട്രോണിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് എന്ന് പറയുന്നത് നേരത്തെ പിന്നിട്ടതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ അയച്ച കരാറുമായി ബന്ധപ്പെട്ട ആ കരാറിൽ ഇല്ലാത്ത ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഇപ്പോൾ കെൽട്രോൺ സ്വീകരിക്കുന്നതെന്നാണ് സർക്കാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൽ വീണ്ടും ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ തമ്മിൽ പോര് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു തുറന്ന പോരിലേക്ക് സർക്കാരും അതുപോലെ തന്നെ കെൽട്രോണും എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പിഴത്തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വീണ്ടും തർക്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 25 ലക്ഷം നോട്ടീസ് അയക്കും എന്നാണ് ആദ്യം അറിയിച്ചിരിക്കുന്നത്. ആ നോട്ടീസ് അയച്ചതിന് ശേഷം പിന്നിടുമ്പോൾ ഉള്ള ബാക്കി നോട്ടീസിന് ഓരോ നോട്ടീസിന് 20 രൂപ വീതം തരണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് കെൽട്രോൺ വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസും കെൽട്രോൺ അയച്ചു കഴിഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു പോര് വീണ്ടും ആവർത്തിച്ചത്. നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമറയുമായി ബന്ധപ്പെട്ടത് നിരവധി തവണ ഈ സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഈ കെൽട്രോണും സർക്കാരും തമ്മിൽ അതെ, ഇനി നിയമലംഘനങ്ങളിൽ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുന്നതിൽ ഈ ആഴ്ച 20 ലക്ഷം തികയും എന്നതുകൊണ്ട് തന്നെ ഇനി പണം നൽകിയാലല്ലാതെ നോട്ടീസ് അയക്കില്ല എന്ന കെൽട്രോണിന്റെ നിലപാടിൽ സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം വീണ്ടും ഒരു അസ്വസ്ഥത ഉടലെടുത്തിരിക്കുന്നു. കെൽട്രോണും സർക്കാരും തമ്മിലെന്നുള്ളതാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.